ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് മിസ്റ്റർ ബീൻ എന്ന ലോകോത്തര ഹാസ്യതാരത്തെ പറ്റിയാണ്. എല്ലാ രാജ്യങ്ങളിലുമുള്ള പ്രേക്ഷകരും ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് വെച്ചാൽ വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചും വളരെ കുറച്ച് മുഖഭാവങ്ങളിലൂടെയും ആൾക്കാരെ ചിരിപ്പിക്കുവാനുള്ള കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റോവാൻ അറ്റ്കിൻസൺ എന്ന ആൾ ഇംഗ്ലണ്ടിലെ വടക്കേ പ്രവിശ്യയിലെ ഒരു സ്ഥലത്താണ് 1955 ജനുവരി 6 ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കർഷകനും അതുകൂടാതെ ഒരു കമ്പനിയുടെ ഡയറക്ടറുമായിരുന്നു. മാതാവ് വീട്ടുകാര്യങ്ങളിൽ മുഴുകി ജീവിച്ചു. ഇദ്ദേഹം 4 സഹോദരന്മാരിൽ ഏറ്റവും ഇളയ ആളായിരുന്നു. ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ശാസ്ത്രം, വൈദ്യുതി, യന്ത്രങ്ങൾ എന്നീ കാര്യങ്ങളിലായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാണാനിടയായ രക്ഷിതാക്കൾ ഭാവിയിൽ ഇദ്ദേഹം ഒരു എഞ്ചിനീയറാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു ഹാസ്യതാരമാവുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. പിന്നീട് ഇദ്ദേഹം ലോകപ്രസിദ്ധമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം പൂർത്തീകരിച്ചു. ആ സമയത്ത് ഇദ്ദേഹം മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ചെറിയ രീതിയിലുള്ള ഹാസ്യനാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെ കൂടെ ചിരിപ്പിക്കാനുള്ള കഴിവിനെപ്പറ്റി ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ റോവാൻ അറ്റ്കിൻസൺ സ്റ്റേജിൽ കാര്യമായി ഒന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷേ അതിന് കരകരപ്പായി അദ്ദേഹം തൻ്റെ ശരീരം, മുഖം എന്നിവ കൂടാതെ ശരീരത്തിൻ്റെ ചില പ്രത്യേക രീതിയിലുള്ള ചലനങ്ങൾ കൊണ്ടും ആളുകളെ ചിരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇക്കാലത്ത് തന്നെയാണ് റിച്ചാർഡ് കുർട്ടിസ് എന്നൊരു ആളുമായി റോവാൻ അറ്റ്കിൻസൺ അടുത്ത സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. റിച്ചാർഡ് കുർട്ടിസ് പിന്നീട് ഇദ്ദേഹത്തിന് കോമഡി ഷോയ്ക്ക് വേണ്ട സ്ക്രിപ്റ്റും മറ്റും എഴുതിക്കൊടുത്തു തുടങ്ങി. ഇവർ അങ്ങനെ ഒരു നല്ല കോമഡി നടന്മാരുടെ ടീം ഉണ്ടാക്കി അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇവിടുത്തെ കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ മിസ്റ്റർ ബീൻ എന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ എഞ്ചിനീയർ ആവേണ്ടിയിരുന്ന റോവാൻ അറ്റ്കിൻസൺ കോമഡി സ്റ്റേജിൽ പ്രവർത്തിച്ച് ഒരു കൊമേഡിയനാവാൻ തീരുമാനിച്ചു. അന്നത്തെ കാലത്ത് ഹാസ്യ സിനിമാ താരങ്ങളായ ചാർലി ചാപ്ലിനും ബസ്റ്റർ കിയാറ്റോണും മിസ്റ്റർ ബീനിൻ്റെ പ്രകടനം കണ്ട് അതിശയിച്ചിട്ടുണ്ട്. റോവാൻ അറ്റ്കിൻസന്റെ പ്രകടനം കണ്ടാൽ തന്നെ അത് ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും അതിൻ്റെ വിഷയം ഏറെക്കുറെ മനസ്സിലാകുമായിരുന്നു. മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം പ്രായപൂർത്തിയായ ഒരാളാണെങ്കിലും കൊച്ചുകുട്ടികളെപ്പോലെ കളിപ്പാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. റോവാൻ അറ്റ്കിൻസൺ അങ്ങനെ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രമായി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അയാളുടെ രൂപഭാവങ്ങളിൽ മാറ്റം വരുത്തി. ബ്രൗൺ കളർ കോട്ടിട്ട് കനം കുറഞ്ഞ ചുവന്ന നിറത്തിലുള്ള ടൈ, ഒരു ചെറിയ പച്ച നിറത്തിലുള്ള കാർ എന്നിവ ഈ കഥാപാത്രത്തിൻ്റെ സ്ഥിരം ഉപയോഗിക്കുന്ന വസ്തുക്കളായി മാറി. അയാളുടെ തലമുടി വെട്ടുന്ന രീതിയും ഉണ്ടക്കണ്ണുകളും ഈ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സഹായകമായി. മിസ്റ്റർ ബീൻ 1990 ആദ്യമായി ടെലിവിഷൻ ഷോയിൽ പങ്കെടുത്തു തുടങ്ങി. ഈ ടെലിവിഷൻ ഷോകൾ വളരെ ചെറിയതും സാധാരണ രീതിയിലുള്ളതും പരമാവധി 25 മിനിറ്റുള്ള ദൈർഘ്യമുള്ളതുമായിരുന്നെങ്കിലും അത് വൻ വിജയമായിരുന്നു. പല രാജ്യങ്ങളിലുള്ള ആളുകളും ഈ ടെലിവിഷൻ ഷോകൾ കണ്ട് ആസ്വദിച്ചു തുടങ്ങി. കുട്ടികളും മുതിർന്നവരും എല്ലാം തന്നെ ഈ ടെലിവിഷൻ ഷോകൾ ഭംഗിയായി ആസ്വദിച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർക്ക് പോലും മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തെ കണ്ടാൽ നല്ല ഭംഗിയായി ചിരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ കാലം മാറിയപ്പോൾ മിസ്റ്റർ ബീൻ ഏറ്റവും ചിരിപ്പിക്കുന്ന പേരുകേട്ട ഒരു കഥാപാത്രമായി മാറി. ഇന്നും ആളുകൾ മിസ്റ്റർ ബീൻ എന്ന സീരിയലിൻ്റെ പല ഭാഗങ്ങളും ടെലിവിഷൻ, യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങളിലേക്ക് കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തമാശകൾ എത്ര കാലം കഴിഞ്ഞാലും ജനങ്ങൾ ആസ്വദിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഇനി ഇതുപോലുള്ള വീഡിയോ ഇടുന്നത് കൂടാതെ ഞാൻ അമ്പലത്തിങ്ങളുടെ വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. ഇതുവരെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അതുപോലെ ഇങ്ങനത്തെ വീഡിയോകളും കണ്ട് പരമാവധി സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യണം. അതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം.